ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ UK ബ്രിസ്റ്റലിൽ നിന്ന് പ്രസാദാണ് സംസാരിക്കുന്നത്. കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ഉണ്ടാക്കിയിട്ട്. ഈ വീഡിയോ എസ്പെഷ്യലി നമ്മുടെ ലാൻഡ് ലോഡ്സിനാണ്. നിങ്ങൾ UK പ്രോപ്പർട്ടി മേടിച്ച് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ റെൻറ്റിന് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കിടക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സാധാരണ UK പ്രോപ്പർട്ടി നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ നേരത്ത് പലരും ഓൺലൈനിൽ നിന്നൊരു എഗ്രിമെൻ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും, സൈൻ ചെയ്യിപ്പിച്ച് കൊടുക്കും. അപ്പോൾ അതെല്ലാമായി പൂർത്തിയായി എന്നുള്ള രീതിയിലാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ആ ധാരണയൊക്കെ തെറ്റാണ്. അതല്ല, നമ്മൾ ലീഗൽ കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന ടെനൻസിനെ ഇറക്കി വിടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ളൊരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. അത് കേട്ടിട്ടാണ് അവരെന്നെ വിളിച്ചത്. വളരെ ദൂരെ നിന്നാണ് അവർ വരുന്നത്. ടെക്നിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എഗ്രിമെൻ്റ് എഴുതിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും റെൻ്റൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫർണിച്ചറിന് എന്തോ പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ അത് പ്രശ്നമാണ്. അപ്പോൾ ഇച്ചിരി പൈസ കുറച്ച് തരും, ഒരു റിപ്പയർ വർക്ക് നടന്നില്ല, അപ്പോൾ പൈസ കുറച്ച് തരുമെന്ന് പറഞ്ഞു. ഇവരത് കേട്ടു ഓക്കെ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ 100 പൗണ്ട് വെച്ച് കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഇവരെ ഇറക്കി വിടാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇറക്കി വിടാൻ പറ്റുന്നില്ല. അപ്പം സെക്ഷൻ 21 ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ ലീഗൽ നോട്ടീസ് കൊടുക്കാൻ നേരത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിസിറ്ററിനെ പോയി ബന്ധപ്പെട്ടു. ആ സോളിസിറ്റർ പേപ്പർ വർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പേപ്പർ വർക്ക് ഒന്നും തന്നെ കറക്റ്റായിട്ടില്ല. അപ്പോൾ ഈ ടെനൻ്റ് എന്ന് പറഞ്ഞാൽ കൗൺസിലിൻ്റെ ബെനിഫിറ്റ് മേടിച്ച് ജീവിക്കുന്ന ഒരു ടെനൻ്റായിരുന്നു, ഇംഗ്ലീഷുകാരിയാണ്. അപ്പോൾ കൗൺസിൽ അവർക്ക് ഒരു സോളിസിറ്ററിനെ കൊടുത്തു. അപ്പോൾ അങ്ങനെ സോളിസിറ്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഫൈനലി എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെനൻസി ഡിപ്പോസിറ്റ് പോലും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോർട്ടിൽ പോവുകയാണെങ്കിൽ 5 ഇരട്ടി പൈസ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളൊരു 4 ഇരട്ടി പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ 2 സോളിസിറ്റേഴ്സും നെഗോഷിയേറ്റ് ചെയ്ത് ഈ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് മലയാളിയായ ലാൻഡ് ലോഡിൻ്റെ കയ്യിൽ നിന്ന് 4 ഇരട്ടി പൈസ മേടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11,000 പൗണ്ടോളം ഇവർ ഈ സോളിസിറ്ററിന് കൊടുത്തു ഫീസായിട്ട്. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. 11,000 പൗണ്ടോളം സോളിസിറ്ററിന് കൊടുത്തു. അവസാനം സോളിസിറ്റർ എന്നാ ചെയ്തത്, ഇത് പേപ്പർ വർക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഒരു ഫയൽ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് ക്ലോസും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ശരിയാണോ എന്നെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കമ്പനി ഉണ്ട്, ലെറ്റിംഗ് ഏജൻസിയാണ്. ചെറിയ ഫീസിൽ നിങ്ങൾക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ചെറിയ ഫീസിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് തരാം. ഇത് ഓക്കെ ആണ്, നിങ്ങൾ ടെനൻറ്റിനെ ഇറക്കാൻ നേരത്ത് ഈ ഡോക്യുമെൻ്റ് എല്ലാം ഓക്കെ ആണെന്ന്. ബിക്കോസ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കും. ഇവൻ എഗ്രിമെൻ്റ് പോലും മാറ്റങ്ങളുണ്ടാവും. പ്രോപ്പറായിട്ടുള്ള ഹൗ ടു റെൻറ്റ് ഗൈഡ് അത് ഈ ഒക്ടോബറിലേ കൊടുക്കണം, പഴയ കൊടുത്തിട്ട് കാര്യമില്ല, അത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ പല 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 പേപ്പർ വർക്കുകളും ഉണ്ട്. ഇതെല്ലാം പലരും ഓർക്കും ഇതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ടെനൻ്റ് നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമുക്ക് നോക്കി അതിൻ്റെ ലീഗലായിട്ടുള്ള ഹെൽപ്പ് നമ്മൾ ട്രൈ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സോളിസിറ്ററിനെ ഒന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഈ സോളിസിറ്ററിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ടെനൻറ്റുമായിട്ട് ഞാൻ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് അവരെ കാണാനൊക്കെ സംസാരിച്ചു. ഇന്നലെയാണ് സംസാരിച്ചത് അവരുമായിട്ട്. ഇപ്പോൾ സംസാരിച്ചൊരു രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് സോർട്ട് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ എന്താ പറയുന്നത്, നമ്മൾ സോളിസിറ്ററിൻ്റെ അടുത്തോട്ടല്ല പോകുന്നത്. ഇത് സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ അവർ പേപ്പർ നോക്കിയിട്ട് പേപ്പർ ശരിയല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇത്രയും പിഴ അടയ്ക്കാൻ പറയും. അതുകൊണ്ട് നമ്മളിത് ഏജൻസി വഴി, നമ്മൾ ഈ പേപ്പർ വർക്ക് ചെയ്യുന്ന ഏജൻസി, എന്നെപ്പോലുള്ള ഏജൻസികളിലാണ് നമ്മൾ പോയി നോക്കേണ്ടത്. പേപ്പർ വർക്ക് കറക്റ്റാണോ, പേപ്പർ വർക്ക് കറക്റ്റ് അല്ലെങ്കിൽ അത് പേപ്പർ വർക്ക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ സർവീസൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ
ടെനൻ്റ് ആണെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഏജൻസികൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം. അതൊക്കെ ഫ്രീ സർവീസാണ്. അതൊക്കെ എന്നെ പലരും പല കാര്യത്തിനും വിളിക്കാറുണ്ട്. അതൊക്കെ ഞാനത് ഫ്രീ സർവീസായിട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട്, ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പം ഒരു 25 വർഷമാകുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.